ശേഷിയോടുകൂടി
വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപാദനം ആരംഭിച്ച ഈ സ്ഥാപനം കേരളത്തിലെ വ്യാവസായിക വളർച്ചയുടെ ചാലക ശക്തിയായ ഒരു പ്രമുഖ പൊതുമേഖലാ സ്ഥാപനമായി വളർന്നിരിക്കുകയാണ്. തെക്കേ ഇന്ത്യയിലെ വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളായ കോസ്റ്റിക് സോഡ, ക്ലോർ, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് എന്നിവയും ISROയ്ക്ക് വേണ്ടി സോഡിയം ക്ലോറൈറ്റുമാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ദി ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡ് 2 പ്രൊജക്റ്റുകളുടെ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നിർവഹിക്കാൻ പോകുന്നത്. 100 TPD കോസ്റ്റിക് കോൺസെൻട്രേഷൻ പ്ലാന്റ്, 60 TPD HCl സിന്തസിസ് യൂണിറ്റ്. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയോടെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ദയവായി എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ അതിഥികളും ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇന്നത്തെ ഈ ഒരു ദിവസം എത്തിച്ചേരാൻ നിങ്ങൾ കാണിച്ച ആ മഹാമനസ്കതയ്ക്ക് ഒരിക്കൽ കൂടി എല്ലാ ഭാവങ്ങളും നേരുന്നു. ഔപചാരികമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനായി ഏറ്റവും സന്തോഷത്തോടെ ക്ഷണിക്കുന്നു TCC ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ K. ഹരികുമാർ അവர்களെ. വെൽക്കം സർ. ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട MP ശ്രീ IV ഈഡൻ അവർകൾ, ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ EP ജയരാജൻ അവർകൾ, ബഹുമാനപ്പെട്ട MLA ശ്രീ ജോൺ ഫെർണാണ്ടസ് അവർകൾ, TCCയുടെ ചെയർമാൻ ബഹുമാനപ്പെട്ട ശ്രീ മുഹമ്മദ് ഹനീഫ് സാർ, ബാക്കി വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സുഹൃത്തുക്കളെ, ഇന്ന് TCCയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. TCCക്ക് വേണ്ടി മാത്രമല്ല, ഇത് ഉദ്योग മണ്ഡലിനെ സംബന്ധിച്ചിടത്തോളം പോലും ഒരു ചരിത്ര മുഹൂർത്തമാണ്. കാരണം വർഷങ്ങൾക്ക് ശേഷമാണ് ഏലൂർ ഉദ്योग മണ്ഡൽ മേഖലയിൽ ഒരു പ്രോജക്റ്റ് അല്ല 2 പ്രോജക്റ്റ് ഒരു ദിവസം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഇതിന് കാരണഭൂതരായ കേരള സർക്കാരിനെയും ബഹുമാനപ്പെട്ട മന്ത്രിയെയും എത്രമാത്രം അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. TCC ഈ കഴിഞ്ഞ 4-5 വർഷങ്ങൾ കൊണ്ട് നേടിയ പുരോഗതി ഞാൻ ഇനി വിശദീകരിക്കുന്നില്ല. കാരണം നിങ്ങൾക്കെല്ലാവർക്കും, നിങ്ങളെല്ലാവരും അതിൻ്റെ ഭാഗവാക്കാണ്. മാത്രമല്ല, പേപ്പറിൽ കൂടെ എല്ലാം നിങ്ങൾ TCC നടത്തിയ പുരോഗതി നിങ്ങൾക്കെല്ലാം പരിചിതവുമാണ്. അതുകൊണ്ട് നേരിട്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ആദ്യമായി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഇന്നത്തെ അധ്യക്ഷൻ ശ്രീ IV ഈഡൻ അവർകളെയാണ്. 2011-ലും 2016-ലും കേരളത്തിൽ നിന്ന് MLA ആയി, ഇപ്പോൾ MP ആയി ഇരിക്കുന്ന അദ്ദേഹം 2011-ൽ ഇലക്ഷൻ ജയിച്ചപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MLA ആയിരുന്നു. അങ്ങനെ എറണാകുളത്തിനെ റെപ്രസെന്റ് ചെയ്ത MLA TCCയിലെ യൂണിയൻ പ്രവർത്തനത്തിലും, അതുമാത്രമല്ല എറണാകുളം ഈ മേഖലയിലെ എല്ലാ ആക്ടിവിറ്റിയിലും വളരെ സജീവമാണ്. TCCയുടെ പേരിൽ ഞാൻ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരളത്തിന്റെ വ്യാവസായിക മുഖം ഒരു മാറ്റിമറിച്ച ഒരു കരുത്തനായ മന്ത്രിയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി ശ്രീ EP ജയരാജൻ അവർകൾ. വ്യാവസായിക നയത്തിലും വ്യവസായത്തിനുള്ള ലൈസൻസ് പിന്നെ മതിയെന്ന് പറഞ്ഞിട്ടൊരു വിപ്ലവകരമായ മാറ്റം കേരളത്തിന്റെ വ്യവസായത്തിന് കൊണ്ടുവന്ന മന്ത്രിയാണ് അദ്ദേഹം. ഇത്രയും ഒരു വളരെ വലിയ ചേഞ്ച് കൊണ്ടുവന്നിട്ട് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അത് കാരണം
കേരളത്തിൽ വ്യാവസായിക ഒരു പുനരുദ്ധാരണമാണ് നടക്കുന്നത്. കേസുമാതിരി പല കാര്യങ്ങളും അദ്ദേഹം കൊണ്ടുവന്നു. അത് കാരണം ഇപ്പോൾ കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 8ാമതാണ്. അത് വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അത് മാത്രമല്ല, TCCയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓപ്പൺ ആക്സസ് കിട്ടുവാനും നമ്മൾക്ക് ഈ പുതിയ പ്രോജക്റ്റ് കൊണ്ടുവരാനും, അത് മാത്രമല്ല എംപ്ലോയീസിന്റെയും ഓഫീസേഴ്സിന്റെയും ഒക്കെ പെയർ റിവിഷൻ കൊണ്ടുവരാനും ഒക്കെ അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ എല്ലാവർക്കും അറിയാം. അങ്ങനെ എല്ലാവർക്കും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ അധ്യക്ഷനാകാമെന്ന് ആദ്യം പറഞ്ഞിരുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ലോക്കൽ MLA ശ്രീ ഇബ്രാഹിം കുഞ്ഞ് അവർ അനാരോഗ്യം മൂലം ഇന്നെത്താൻ പറ്റിയില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ വക ആശംസ എല്ലാവരെയും അറിയിക്കണമെന്ന്. അദ്ദേഹത്തിന്റെ അനാരോഗ്യം കാരണമാണ് വരാൻ പറ്റാത്തതെന്ന് ബഹുമാനപ്പെട്ട മിനിസ്റ്ററിനെ അറിയിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ അതിവിടെ അറിയിക്കുകയാണ്. അടുത്തതായി അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട MLA ശ്രീ VD സതീശനും എനിക്ക് മനസ്സിലാക്കിയത് വേറൊരു പ്രോഗ്രാമിൽ പെട്ടുപോയതാണ്, അല്ലെങ്കിൽ അദ്ദേഹവും ഇവിടെ വരുമായിരുന്നു. ഈ 2 പേർക്കും അവരില്ലെങ്കിൽ പോലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായിട്ട് വേദിയിലുള്ളത് ബഹുമാനപ്പെട്ട ശ്രീ ജോൺ ഫെർണാണ്ടസ് ആണ്. അദ്ദേഹം TCCയെ സംബന്ധിച്ചിടത്തോളം എംപ്ലോയീസ് CITU യൂണിയന്റെയും ഓഫീസേഴ്സ് ഫോറത്തിന്റെയും റെപ്രസെന്റേറ്റീവാണ്. അദ്ദേഹത്തിന് TCCയുടെ എല്ലാ ആവശ്യത്തിനും എല്ലാവരും ഫോൺ എടുത്ത് വിളിക്കുന്ന ഒരു MLA ആണ്. അദ്ദേഹം അത്രയും എല്ലാവർക്കും സ്വീകാര്യനാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം ചെയ്യേണ്ടത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ ചെയർമാൻ ശ്രീ മുഹമ്മദ് ഹനീഫ് സാറാണ്. അദ്ദേഹം എല്ലാ പൊതുമേഖലകളിലെയും പ്രശ്നങ്ങൾ പഠിച്ച് ആ പൊതുമേഖലയുടെ ഇഷ്യൂസിനു വേണ്ടി സജീവമായി ഇടപെടുന്ന ഒരു ചെയർമാനായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾ പല മീറ്റിങ്ങുകളിലും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. TCCയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും നിങ്ങളുടെയൊക്കെ പെയർ റിവിഷൻ ഓഫീസേഴ്സിന്റെയും വർക്കേഴ്സിന്റെയും ഒക്കെ പെയർ റിവിഷന് വേണ്ടി അദ്ദേഹം നടത്തിയ സജീവമായ ഇടപെടലുകൾ എനിക്ക് ഈ തരത്തിൽ എനിക്ക് സ്മരിക്കാതെ വയ്യ. അദ്ദേഹത്തിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ഈ വേദിയിൽ സ്വാഗതം ചെയ്യുന്നത് ഇവിടെ ഏലൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ ശ്രീ AD സുജിലാണ്. അദ്ദേഹം ഈയിടെ മുനിസിപ്പൽ ചെയർമാനെ ടേക്ക് ഓവർ ചെയ്തിട്ടേ ഉള്ളെങ്കിൽ പോലും TCCക്ക് പല രീതിയിലും അദ്ദേഹത്തിന് പരിചയമുണ്ട്. അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൗൺസിലർ ശ്രീ കൃഷ്ണപ്രസാദ്, അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അഡ്വക്കേറ്റ് പി അബ്ദുൽ ഗഫൂറിനെയാണ്. അദ്ദേഹം TCC പ്രസിഡന്റ് TCC തൊഴിലാളി യൂണിയനാണ്. TCCയിലെ എല്ലാവർക്കും പരിചിതനാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. AITUCയുടെ പ്രതിനിധിയായിട്ട് ശ്രീ നിക്സൺ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം CPI സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനിയും ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ശ്രീ വിശിഷ്ടാതിഥികൾ ശ്രീ സന്തോഷ് TK ഉണ്ട്, ശ്രീ TM അബ്ബാസ് ഉണ്ട്, ശ്രീ ജോൺസൺ ഉണ്ട്. നമ്മുടെ എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതല്ലാണ്ട് തന്നെ I also take this opportunity in welcoming the MD of SCL Carbon, who has actually put up this plan of SCL synthesis, Mr. Vivek Maheshwari. I welcome him to this forum. Thank you, Mr. Maheshwari, for coming. TCCക്ക് വളരെ പ്രിയങ്കരനായ പല വ്യക്തികളുമുണ്ട്. ശ്രീ മുൻ MP ശ്രീ ചന്ദ്രൻപിള്ള, ശ്രീ ഗോപിനാഥ്, നമ്മുടെ TCC ബോർഡിലുള്ള ശ്രീ അഡ്വക്കേറ്റ് സലിമുണ്ട്, ശ്രീ വാസുദേവനുണ്ട്, ശ്രീ പ്രശാന്ത് ഉണ്ട്, അതേപോലെ സുരേഷ് ഉണ്ട്. ഇങ്ങനെ TCCയുമായിട്ട് പല രീതിയിലും നമ്മുടെ രീതിയിൽ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരെയും, നമ്മുടെ ട്രേഡ് യൂണിയൻ ഭാരവാഹികളെയും ഓഫീസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളെയും എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
യു സർ, താങ്ക് യു വെരി മച്ച്. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനുള്ള സമയമാണ്. ഏറ്റവും ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട MP ശ്രീ ഹൈബി ഈഡൻ അവരുടെ. ഈ യോഗം ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഈ പദ്ധതികൾ വ്യാവസായിക മേഖലയിലേക്ക് സമർപ്പിക്കാൻ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി, യുവജനകാര്യവും സ്പോർട്സിൻ്റെയും കൂടി വകുപ്പുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ശ്രീ EP ജയരാജൻ അവர்கள், ബഹുമാന്യനായ MLA ശ്രീ ജോൺ ഫെർണാണ്ടസ്, ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ K മണികുമാർ, PCCയുടെ ചെയർമാൻ പ്രിയങ്കരനായ ശ്രീ മുഹമ്മദ് അനീഷ് IAS, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ശ്രീ AD സുജിൽ, കൗൺസിലർ ശ്രീ കൃഷ്ണപ്രസാദ്, തൊഴിലാളി യൂണിയൻ്റെ അധ്യക്ഷൻ ശ്രീ അബ്ദുൾ ഗഫൂർ, ശ്രീ അബ്ദുൾ നാസർ അടക്കം വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരെ, TCCയിലെ മറ്റ് ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ, ശ്രീ മുൻ MP ശ്രീ ചന്ദ്രമുള്ള അടക്കമുള്ള ബഹുമാന്യരെ, മാധ്യമപ്രവർത്തകരെ, സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഏതൊരു മലയാളിക്കും തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും അഭിമാനിക്കാൻ കഴിയാവുന്ന ഒരു വലിയ ചുവടുവെപ്പാണ് TCC നടത്തുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് 2.5 വർഷം മുമ്പ് ആരംഭിച്ച ഈ പ്ലാന്റുകളുടെ നിർമ്മാണം ഇന്ന് വ്യാവസായിക മേഖലയ്ക്ക് സമർപ്പിക്കുമ്പോൾ ഒരു പുതിയ പ്രതീക്ഷയ്ക്ക് കൂടി വഴിവെക്കുകയാണ്. പ്രത്യേകിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അത് പ്രൈവറ്റൈസ് ചെയ്യുന്ന കാര്യത്തിൽ, അതിൻ്റെ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ പോലും അതിൻ്റെ ഷെയറുകൾ വിറ്റഴിക്കുന്ന കാലഘട്ടത്തിൽ TCC എന്ന ഉദ്യോഗമണ്ഡലം കേന്ദ്രീകരിച്ച് ആരംഭിച്ച ഈ സ്ഥാപനം 1951 സ്ഥാപിതമായ TCC അതിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ 90കളുടെ മധ്യഭാഗത്ത് നഷ്ടത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒരു മദർ ഇൻഡസ്ട്രി എന്നറിയപ്പെടുന്ന ഈ സ്ഥാപനം സിക്ക് ഇൻഡസ്ട്രിയായി ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന ഒരു സന്ദർഭമുണ്ടായി. ആ സിക്ക് ഇൻഡസ്ട്രിയായി പ്രഖ്യാപിച്ച സന്ദർഭത്തിലും അതിൻ്റെ റിവൈവലിന് വേണ്ടി നടത്തിയ ഗവൺമെന്റുകളുടെ ശ്രമം, തൊഴിലാളി യൂണിയനുകളുടെ ശ്രമം, പ്രത്യേകിച്ച് ഒരു കാലഘട്ടത്തിൽ ഏകദേശം 120 കോടി രൂപയുടെ പാക്കേജ് ശ്രീ AK ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലയളവിൽ ഒരുപാട് ആനുകൂല്യങ്ങളും ഒരുപാട് ഇളവുകളും വ്യാവസായിക ഇളവുകളും നൽകി ഇതിൻ്റെ റിവൈവലിന് വേണ്ടി വീണ്ടും പരിശ്രമിക്കുകയുണ്ടായി. ശ്രീ EP ജയരാജൻ മിനിസ്റ്റർ തന്നെ വന്ന് തറക്കല്ലിട്ട ഈ പ്ലാന്റ് ഒരു വ്യാവസായിക മേഖലയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് അതിനാവശ്യമുള്ള പല റോ മെറ്റീരിയൽസും ഇവിടെ സൂചിപ്പിച്ച കോസ്റ്റിക് സോഡ ആണെങ്കിലും ക്ലോറിൻ ആണെങ്കിലും ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണെങ്കിലും എല്ലാം അത് ആവശ്യമുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഈ ജില്ലയിൽ തന്നെ ഇന്ന് നിലവിലുണ്ട്. അവരുടെ റോ മെറ്റീരിയൽ അവരുടെ ബേസിക് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ വീര്യമുള്ള, കൂടുതൽ കപ്പാസിറ്റിയുള്ള ഈ മെഷീനുകൾ, ഈ പുതിയ സംരംഭം നാടിനായി സമർപ്പിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകൾ നമുക്കുണ്ട്. ഞാൻ ഈ ചടങ്ങ് വൈകിയത് കൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഗവൺമെന്റിന്റെ ഒരു ശ്രദ്ധ, പ്രത്യേകിച്ച് വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ EP ജയരാജൻ, അദ്ദേഹം മന്ത്രിയായതിനു ശേഷം പല കോൺഫറൻസുകളും ഏറ്റവും ഒരു ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കി പലപ്പോഴും ഏകജാലക സംവിധാനം വഴി സിംഗിൾ വിൻഡോ ക്ലിയറൻസ് അടക്കമുള്ള കാര്യങ്ങൾക്ക് വലിയ പ്രാമുഖ്യം കൊടുക്കുന്ന ഒരാളാണ്. തൊഴിൽ സംസ്കാരത്തിൽ തന്നെ വലിയ മാറ്റം വരേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് തൊഴിലാളി സംഘടനകൾ. ഞാനും TCCയുടെ ഒരു തൊഴിലാളി സംഘടനയുടെ ഭാഗമാണ്. തൊഴിലാളികൾക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളുമ്പോഴും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തുമ്പോഴും
ഇൻഡസ്ട്രിയുടെ സർവൈവലും എക്സിസ്റ്റൻസും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇന്ത്യയിലെമ്പാടും പൊതുമേഖല നേരിടുന്ന വലിയ തകർച്ച തന്നെ അതിൻ്റെ വലിയ ഒരു സൂചനയാണ്. അതുകൊണ്ട് ഇൻഡസ്ട്രിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പല തീരുമാനങ്ങളും ഗവൺമെൻറ്റുകളും തൊഴിലാളി സംഘടനകളും എടുക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഈ മേഖലയിൽ എഗ്രിമെൻ്റ് പ്രകാരമുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പോലും ഏകദേശം 34 മാസത്തെ, ഞാൻ ബഹുമാന്യനായ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു കാര്യമാണ്, 34 മാസത്തെ അരിയേഴ്സ് നിലനിൽക്കുകയാണ്. ആ ശമ്പള കുടിശ്ശിക കൂടി പരിഹരിക്കാൻ വേണ്ടി പോസിറ്റീവായിട്ടുള്ളൊരു തീരുമാനം ബഹുമാന്യനായ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് ഉറച്ച് ഈ അവസരത്തിൽ വിശ്വസിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരുപാട് ഘട്ടങ്ങളിലൂടെ അടച്ചുപൂട്ടൽ ഭീഷണി സിക്ക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞപ്പോൾ 120 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകൻ ശ്രീ വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ കാലയളവിൽ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരു എഗ്രിമെന്റ്, ശ്രീ ചന്ദ്രപിള്ള സഖാവ് അടക്കമുള്ള ആളുകൾ എല്ലാം അതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. ആ എഗ്രിമെന്റ് തീർച്ചയായിട്ടും തൊഴിലാളികൾക്ക് ഏറ്റവും ഗുണകരമായി മാറി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഇന്നത്തെ ഈ പുതിയ സംരംഭങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ 100 ടൺ ശേഷിയുള്ള പ്ലാസ്റ്റിക് കോൺസെൻട്രേഷൻ പ്ലാന്റ്, അതുപോലെ തന്നെ 250 ടൺ ശേഷിയായി പ്ലാസ്റ്റിക് സോഡയുടെ ഉൽപ്പാദനവും നമ്മൾ വർദ്ധിപ്പിക്കുന്നു. അതുപോലെ HCLന്റെ യൂണിറ്റ് കൂടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ വ്യാവസായിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് പകരാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ബഹുമാന്യനായ മന്ത്രിയെ ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിൽ ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ്. ഇന്ന് ഇവിടെ തിരിതെളിയിക്കുന്ന ഈ ഒരു മഹത്തായ സംരംഭത്തിന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് നിറഞ്ഞ ഒരു കരഘോഷത്തോടെ എല്ലാ ഭാവുകങ്ങളും നേരാം. അടുത്തതായി അനാച്ഛാദനമാണ്. അനാച്ഛാദനത്തിന്റെ സമയത്തും ഒരിക്കൽ കൂടി നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് എല്ലാ ആശംസകളും അറിയിക്കാം. എല്ലാവർക്കും നമസ്കാരം. യോഗാധ്യക്ഷൻ ശ്രീ IB MP, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ടാതിഥികൾ ശ്രീ ജോൺ ഫെർണാണ്ടസ് MLA, ശ്രീ മുഹമ്മദ് ഹനീഷ് IAS പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസ് വകുപ്പ്, ശ്രീ KP രാജേന്ദ്രൻ, ശ്രീ MD സുജിത്, ചെയർമാൻ എല്ലൂർ മുനിസിപ്പാലിറ്റി, ശ്രീ K ഹരികുമാർ, മാനേജിംഗ് ഡയറക്ടർ മുനിസിപ്പൽ ചെയർമാൻ, മറ്റ് വിശിഷ്ടാതിഥികളെ, സഹോദരി സഹോദരന്മാരെ, TCC പുതിയ പ്ലാന്റിൻ്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കി അത് സമർപ്പിക്കുന്നൊരു സുദിനമാണിത്. കേരളത്തിൻ്റെ വ്യവസായ രംഗത്ത് ഒരു സമഗ്രമായ കുതിപ്പിൻ്റെ കാലഘട്ടമാണ് ഈ കഴിഞ്ഞ 4.5 വർഷക്കാലം. ഞങ്ങൾ അധികാരമേറ്റെടുക്കുന്ന സമയത്ത് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏതാണ്ട് മഹാഭൂരിപക്ഷം നഷ്ടത്തിലേക്ക്. നഷ്ടം മാത്രമല്ല, ചില പൊതുമേഖലാ സ്ഥാപനങ്ങൾ
അടച്ചുപൂട്ടൽ ഭീഷണിയിലുമായി. അത്തരത്തിലുള്ള ഓരോ വ്യവസായത്തെയും പ്രത്യേകതയും പരിശോധിച്ച് പൊതുമേഖലാ സംരംഭങ്ങളെയെല്ലാം ഒരു തിരിച്ചുവരവിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ 4 വർഷക്കാലം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് ഫലപ്രദമായി ഇടപെടാൻ സാധിച്ചു. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ കേട്ടറിവുള്ളതാണ് മലബാർ സിമന്റ്സ്. മലബാർ സിമന്റ്സ് കേരളം ആകെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വ്യവസായം. നല്ല മെച്ചപ്പെട്ട നിലയിൽ ലാഭകരമായി പ്രവർത്തിച്ച സ്ഥാപനമായി. അവസാനം അത് എവിടെ ചെന്നെത്തിയെന്ന് നിങ്ങളെല്ലാം ഓർമ്മയുണ്ടാകും. കമ്പനി സെക്രട്ടറിയും കുട്ടിയും ആത്മഹത്യയും കുടുംബം തന്നെ തകർന്നു. എത്രയോ പ്രശ്നങ്ങളായി തകർന്ന് ഏതാണ്ട് അടച്ചുപൂട്ടലായി. ഇപ്പോൾ കഴിഞ്ഞ മാസത്തെ മലബാർ സിമന്റ്സിന്റെ പ്രോഫിറ്റ് 6 കോടി രൂപ ലാഭം. കഴിഞ്ഞ മാസത്തെ പ്രോഫിറ്റ് ഒരു തിരിച്ചുവരവില്ല. അതുപോലെ തന്നെയാണ് ട്രാവൻകൂർ സിമന്റ്സ്. അതിൽ പുതുക്കിപ്പണിത് ഇപ്പോൾ മെച്ചപ്പെട്ട നിലയിലേക്ക് വന്നു. ഞാൻ എല്ലാ വ്യവസായങ്ങളെ കുറിച്ച് പറയുന്നത് ഏതാണ്ട് വ്യവസായങ്ങൾക്കൊക്കെ ഒരു പുതുജീവൻ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റൈൽ വ്യവസായ മേഖല പൂർണ്ണമായി തിരിച്ചു വരികയാണ്. പരമ്പരാഗത വ്യവസായങ്ങൾ സംരക്ഷിക്കാനുള്ള ഓരോ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങളിതിൽ ലക്ഷ്യമിടുന്നത് ഈ സംരംഭങ്ങളിലൂടെ ആയിരക്കണക്കിന് തൊഴിലാളികളെ രക്ഷിക്കുക, അതുവഴി അവരുടെ കുടുംബത്തെ സംരക്ഷിക്കുക എന്ന മഹത്തായ ദൗത്യമാണ്. അതിന് പുറമെ ഈ വ്യവസായ വളർച്ചയിലൂടെ വേണം കേരളത്തിൽ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ. കേരളം ഒരു കാർഷിക പ്രാധാന്യമുള്ള സംസ്ഥാനമാണ്. ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. അതാണ് ഡൽഹിയിൽ ഇപ്പോൾ കൃഷിക്കാരോട് ഡൽഹിയിൽ വളഞ്ഞിരിക്കുന്നത്. വലിയ കർഷക പ്രക്ഷോഭമാണ്. അവരുടെ കൈവശത്ത് നിന്ന് ഭൂമി കൃഷി അന്യാധീനപ്പെട്ടു പോകും. വില നിശ്ചയിക്കാനുള്ള അവകാശം വൻകിട കൂറ്റൻ കമ്പനികൾക്ക് കൊടുക്കുക. ഇതിനെ തുടർന്ന് കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന ഏത് പ്രശ്നവും വ്യവസായത്തെ ബാധിക്കും. ഇപ്പോൾ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ഹിമാചൽ, മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഈ കാർഷിക മേഖലയെ ബാധിച്ചിട്ടുള്ള പ്രശ്നം അവിടുത്തെ വ്യവസായികളെയും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാർഷിക മേഖലയിൽ നിന്നുള്ള ഉത്പാദനങ്ങളാണ് പല വ്യവസായങ്ങളുടെയും അസംസ്കൃത വസ്തു. ഇതിലെല്ലാം ഇപ്പോൾ ഇന്ത്യ ആകെ അപകടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. കേരളം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കാർഷിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തുന്നത്, കാർഷിക മേഖലയിലെ അഭിവൃദ്ധിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യവസായങ്ങൾ വളർന്നുണ്ട്. വ്യവസായങ്ങളിൽ നിന്ന് പുതിയ വ്യവസായങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉത്പാദന മേഖലയിലേക്ക് കടന്ന് മൂല്യവർദ്ധിത ഉത്പാദനങ്ങളിലേക്ക് പ്രവേശിച്ച് കൂടുതൽ വിപുലീകരിച്ച വിപുലമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. ഇതിനാണ് ഞങ്ങളിപ്പോൾ കഠിനമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 4.5 വർഷത്തിൻ്റെ എൻ്റെ ഒരു അനുഭവം എന്താണ്? ഇവിടെ വൻകിട വ്യവസായങ്ങൾക്ക് സാധ്യത വളരെ പരിമിതമാണ്. ചെറുകിട സംരംഭങ്ങൾക്കാണ് കൂടുതൽ സാധ്യതയുള്ളത്. 4.5 വർഷത്തിനുള്ളിൽ 63,000-ൽ പരം സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായം MSME യൂണിറ്റുകൾ
ഇതുവഴി ഏതാണ്ട് ഒരു 2,30,000 പരം തൊഴിലവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യം ഉണ്ടായത് ഈ കേരളത്തിൽ നിക്ഷേപകരെ ആകർഷിക്കുന്നതിന് പകരം അവരെ ഭയപ്പെടുത്തി ഓടിക്കുന്നൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൽ നിക്ഷേപിക്കാൻ പോവാണ്, അവിടെ പണിമുടക്കാണ്, അവിടെ സമരമാണ്, അവിടെ കൊടിയും മുദ്രാവാക്യവുമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ കേരളത്തിൽ പോകേണ്ട എന്ന പ്രചരണം കേരള വിരോധികൾ നടത്തി, കേരളത്തിനകത്തുള്ളവരും നടത്തി. അതുപോലെ തന്നെ ഇവിടെ വന്നാലുള്ള അനുഭവങ്ങൾ നിക്ഷേപകരെ പ്രയാസപ്പെടുത്തുന്നതായി ലൈസൻസുകളും നിർമ്മാണത്തിനുള്ള അനുമതികളും മറ്റുമായിട്ട് എത്രയോ കാലം നീണ്ടുനിൽക്കുക. ഞങ്ങൾ കേരളത്തിൽ ഒരു നിക്ഷേപ സൗഹൃദ നാടാക്കി മാറ്റാൻ നിലവിലുള്ള നിയമങ്ങൾ മാറ്റി, ചട്ടങ്ങൾ മാറ്റി, അതിനുവേണ്ടിയുള്ള പ്രത്യേക സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത്, KSFT നടപ്പിലാക്കി, ഏകജാലക സംവിധാനം. അതുകൊണ്ട് ലൈസൻസുകളും അനുമതി പത്രങ്ങളും വേഗത്തിൽ ലഭിക്കാം. അതിനും കാലതാമസം വരുന്നു. കാരണം ഒരു വ്യവസായ സംരംഭം ആരംഭിക്കണമെങ്കിൽ 30ഓളം അനുമതി പത്രങ്ങൾ വേണം. അതിനും കാലതാമസം വരുമ്പോൾ അനുമതി പത്രങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ, 1 മാസത്തിനുള്ളിൽ ലഭിക്കുന്നില്ലെങ്കിൽ ഡീംഡ് ലൈസൻസ് അവർക്ക് ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിച്ചു. അത് മാത്രമല്ല, ഡീംഡ് ലൈസൻസ് ലഭിച്ചാൽ 3 വർഷത്തിന് ശേഷം ഒരു കമ്പനി ആരംഭിച്ച് 3 വർഷത്തിന് ശേഷം 6 മാസത്തിനുള്ളിൽ ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്താൽ മതി. ഈ നിലപാടുകളിലൂടെ ഒരു പുതിയ സാഹചര്യം സൃഷ്ടിച്ചു. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇത് MSME യൂണിറ്റുകൾക്കുള്ളതാണ്. MSMEയുടെ ലിമിറ്റ് 10 കോടിയാണ്. പക്ഷെ അത് പഴയ 10 കോടിയുടെ മൂല്യം ഇന്നത്തെ 10 കോടിക്കുണ്ടാകില്ല. അപ്പോൾ മൂല്യം കൂടുതൽ വർദ്ധിക്കണം. അതിൻ്റെ നിക്ഷേപത്തിൻ്റെ സംഖ്യ വർദ്ധിച്ചു വരുന്നു. ചില നിക്ഷേപങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ 100 കോടി വരെ നിക്ഷേപത്തിന് മുന്നോട്ട് വരുന്നവർക്ക് ഇവിടെ രൂപീകരിച്ചിട്ടുള്ള പ്രത്യേക സെല്ലുണ്ട്. ആ സെല്ലിലൂടെ വ്യവസായ വകുപ്പിന്റെ സെക്രട്ടറി ചെയർമാനായിക്കൊണ്ട് 5 അംഗ സമിതി രൂപീകരിച്ചിട്ടുണ്ട്, സെല്ല് രൂപീകരിച്ചിട്ടുണ്ട്. ആ സെല്ലിലൂടെ ഒരാഴ്ചക്കകം അനുമതി കൊടുത്ത് ഇവിടെ സംരംഭം ആരംഭിക്കണം. സംരംഭം ആരംഭിച്ച് 1 കൊല്ലത്തിനുള്ളിൽ അവർ മറ്റ് ആവശ്യമുള്ള രേഖകൾ സബ്മിറ്റ് ചെയ്താണ്. ഇത് ചെയ്യുന്നത് നിക്ഷേപകരെ ആകർഷിക്കാനാണ്. അപ്പൊ ഞങ്ങളുടെ SN 2020 കൊച്ചിയിൽ നടത്തി 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം വന്നു. അതിൽ 18 പ്രോജക്റ്റുകൾ ആ കമ്പനികളുമായി ഡിസ്കസ് ചെയ്ത് അതിൽ 14 എണ്ണം നടപ്പിലാക്കാൻ കിഫ്രയെ ചുമതലപ്പെടുത്തി 8 എണ്ണം ആരംഭിച്ചു കഴിഞ്ഞു. ഇനിയും ഇത്തരത്തിലുള്ള സംരംഭങ്ങളിലൂടെ വേണം നമുക്ക് വ്യവസായങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ, തൊഴിലവസരം ഉണ്ടാക്കാൻ. ഞങ്ങളിപ്പോൾ പൊതുവായി ഈ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത് സർക്കാർ സർവീസിലും പൊതുമേഖലയിലുമൊക്കെ 10 വർഷം തുടർച്ചയായി ജോലി ചെയ്യും. അവരേത് നിമിഷവും പിരിച്ചുവിടപ്പെടാൻ ഭീഷണിയില്ല. നിങ്ങൾക്ക് തന്നെ റേഡിയോ നേതാക്കൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. സ്ത്രീകൾ കൂടെ കൂടുതൽ പേര് ജോലിയിലേക്ക് വരുന്നത്. അവർക്കൊരു ജോലി ലഭ്യമായ ആ ജോലിയിൽ കുടുംബജീവിതത്തിന്റെ സുരക്ഷിതത്വവും ആലോചിച്ചുകൊണ്ടാണ് വിവാഹ ജീവിതം ഉണ്ടാകുന്നത്. അങ്ങനെ വിവാഹ ജീവിതം ഉണ്ടായി കുടുംബമായി 10 കൊല്ലമായി താൽക്കാലികക്കാരുടെ ജോലി. അവർക്ക് പിരിഞ്ഞു പോകപ്പെടുന്നതൊക്കെ നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റും. താൽക്കാലികക്കാർ, കോൺട്രാക്ടർ തൊഴിലാളികൾ എന്തെങ്കിലും ഡിമാൻഡ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ വന്നതിന് ശേഷം മറ്റൊരു സംരംഭം ഒഴിവാക്കിയിട്ടുണ്ട്. കോൺട്രാക്ട് കൊടുക്കുക, ലേബേഴ്സിന് സപ്ലൈ ചെയ്യാൻ ഏജൻസി. തൊഴിലാളിയുടെ വേതനം പറ്റിയിട്ട് ഇങ്ങനെ കുറേ സൊസൈറ്റികൾ ചിലർ വർക്ക് ചെയ്തു. ഞങ്ങളതുകൊണ്ട് പൂർണ്ണമായി ഒഴിവാക്കി. KML 774 തൊഴിലാളികൾ ലാഭ തൊഴിലാളികൾ
പിരിച്ചുവിടാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇവിടെ പിരിച്ചുവിടാൻ പറ്റുമോ? അവരുടെ ജോലി ചെയ്യുകയാണ്. അവരെ സ്ഥിരപ്പെടുത്തുന്ന നിലപാട് ഈ ഗവൺമെന്റ് സ്വീകരിച്ചു. അതുകൊണ്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് തുടങ്ങിയവയുടെ നിയമനത്തിൽ ഒരു തടസ്സമില്ല. അതിന്റെ വഴിക്ക് വന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ വ്യക്തമാക്കാം. ഈ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് മുഴുവനാക്കി ജോലി കൊടുക്കാൻ. തൊഴിൽ രഹിതരില്ലാത്ത കേരളം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഭവനരഹിതരില്ലാത്ത കേരളം, അതാണ് ലക്ഷ്യം. അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് ഇവിടെ തൊഴിൽ മേഖല വികസിപ്പിച്ചെടുത്ത് പുതിയ പുതിയ സംരംഭങ്ങളിലൂടെ തൊഴിൽ കൊടുത്ത് തൊഴിൽ രഹിതരായിട്ടുള്ള യുവതി യുവാക്കളെ സംരക്ഷിക്കുക. ഈ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 10 വർഷം വരെ സർവീസ് ഉള്ളവരെ നിയമിക്കുക, സ്ഥിരപ്പെടുത്തുക എന്ന നയം പബ്ലിക് സെക്ടറിലുണ്ട്, പൊതുമേഖലാ സ്ഥാപനങ്ങളിലുണ്ട്. പൊതുവായി ഗവൺമെന്റ് ഈ നിലപാട് സ്വീകരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതിലെല്ലാം ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് DCC. DCC 15-16 25 കോടി രൂപ നഷ്ടത്തിലായ സ്ഥാപനം. ആ സ്ഥാപനം ഇപ്പോൾ ലാഭത്തിലേക്ക് എത്തി മെച്ചപ്പെട്ട നിലയിലേക്ക് വരികയാണ്. ഒരു കാര്യം നമ്മുടെ തൊഴിലാളികളെല്ലാം അവരെ ഉൾക്കൊള്ളുന്നുണ്ട്. ഇവിടുത്തെ ഈ വളർച്ചയിൽ മാനേജ്മെന്റ് തൊഴിലാളികളും തൊഴിലാളി യൂണിയനുകളും എടുക്കുന്ന നിലപാടിൽ തികച്ചും സ്വാഗതമാണ്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ പണിമുടക്കും തൊഴിലാളി പണിമുടക്കുകളൊന്നുമില്ല. കേരളത്തിൽ ഇപ്പോൾ 4 കൊല്ലമായിട്ട് ഒരു പണിമുടക്കില്ല. തൊഴിലാളികളൊന്നും പണിമുടക്കേണ്ട ആവശ്യമില്ല. അവർക്ക് നിയമപരമായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും നൽകാൻ ഈ ഗവൺമെന്റ് തന്നെ സന്നദ്ധമാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും ന്യായമായിട്ടുള്ള അവകാശങ്ങൾ ലഭ്യമാകണമെങ്കിൽ ഈ ഗവൺമെന്റ് തടസ്സമല്ല. കാരണം ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് പൊതുവായിട്ട് ഇന്നത്തെ ആധുനിക മാനേജ്മെന്റ്, പ്രത്യേകിച്ച് പ്രൈവറ്റ് സെക്ടറിലൊക്കെ നല്ല ചെറുപ്പക്കാർ മാനേജ്മെന്റിലേക്ക് വരികയാണ്. അവർക്ക് ലോകപരിചയമൊക്കെയുണ്ട്, ലോക അനുഭവങ്ങളുണ്ട്. ട്രേഡ് യൂണിയൻ നേതാക്കളും ലോക അനുഭവങ്ങളും ചരിത്രങ്ങളൊക്കെ പഠിച്ച് ഇവിടെ വ്യവസായം ഉണ്ടായാലേ തൊഴിൽ സുരക്ഷിതത്വം ഉണ്ടാകും, എങ്കിലും ഭാവി ഉണ്ടാകും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി തൊഴിലാളി നേതാക്കൾ ചിന്തിക്കാൻ തുടങ്ങി, മാനേജ്മെന്റ് ചിന്തിക്കാൻ തുടങ്ങി. അവിടെ സൗഹാർദ്ദങ്ങൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ തൊഴിലാളികളും മാനേജ്മെന്റും എല്ലാം കൂടി ചേർന്നുകൊണ്ട് അവർക്ക് ആഘോഷപരമായ നിലയിൽ ഒരു പുതിയ ഒരു കരുത്ത് നേടാൻ കഴിയത്തക്ക നിലയിലുള്ള സംവിധാനങ്ങളാണ് കേരളത്തിലെ എല്ലാ പൊതുമേഖലയിലും ഉള്ളത്. അവരൊന്നിച്ച് വാർഷികം ആഘോഷിക്കുന്നു, സ്പോർട്സ് നടത്തുന്നു, പച്ചക്കറി കൃഷി ചെയ്യുന്നു, നെൽകൃഷി ചെയ്യുന്നു. നമ്മളെ കേരളമെല്ലാം നെല്ലിൻ്റെ ബ്രാൻഡ് തന്നെ ഉണ്ടാകും. അത് തൊഴിലാളികൾ കൊടുക്കുന്നു, നാട്ടുകാർ കൊടുക്കുന്നു. ഇങ്ങനെ പുതിയൊരു സന്തോഷത്തിൻ്റെയും പുതിയൊരു സംസ്കാരം തന്നെ നമ്മുടെ വ്യവസായ മേഖലയിൽ വളർന്നു വരികയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളിലെല്ലാം മുന്നിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന DCC മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിച്ച് ഇന്ന് കുറേ കൂടി വിപുലമായിട്ടുള്ള നിലയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്താൻ പുതിയ പ്ലാന്റുകൾ രൂപീകരിക്കുകയാണ്. അതിൽ പ്രധാനമായും രാസവ്യവസായ മേഖലയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട സ്ഥാപനമാണ് ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 60 കോടിയോളം രൂപ ലാഭം കൈവരിച്ച സ്ഥാപനം ആണിത് എന്ന് പറയുന്നത് വളരെയധികം സന്തോഷം. അതുപോലെ തന്നെ കഴിഞ്ഞ 4 വർഷം ഈ സ്ഥാപനത്തിന് ലാഭം കൈവരിക്കാൻ സാധിക്കുന്നു. ഈ കാലയളവിലെല്ലാം കൂടി ഒരു 133 കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പും തൊഴിലാളികളുടെ മുൻകൈയും അവരുടെ ആത്മാർത്ഥമായ പരിശ്രമങ്ങളും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ്. ഇതിന് നല്ല പ്രോത്സാഹനങ്ങളും സഹായങ്ങളും കൊടുക്കുന്ന വ്യവസായ വകുപ്പ്, അതിനനുസരിച്ച് പ്രചോദനം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഈ നേട്ടത്തിൻ്റെ ഒക്കെ അടിസ്ഥാനമായിട്ടുള്ളത്. ഇവിടെ കാസ്റ്റിംഗ് സോഡ പ്ലാന്റ്, അതുപോലെ തന്നെ കാസ്റ്റിംഗ് കോൺസെൻട്രേഷൻ യൂണിറ്റ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് യൂണിറ്റ് എന്നിവ എല്ലാം തന്നെ ഈ വളർച്ചയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടുന്ന് DCCയുടെ കാസ്റ്റിംഗ് സോഡ, അതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട പ്രോഡക്റ്റ്, എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്.
അതുപോലെ തന്നെ നമ്മുടെ പഴയ കാലത്തെ ട്രെയിനല്ല, മാർക്കറ്റിംഗ് അല്ല ഇന്നത്. നല്ല പ്രാപ്തരായിട്ടുള്ള മാർക്കറ്റിംഗ് സിസ്റ്റം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായിട്ടുള്ള നേട്ടങ്ങളും ഇതോടുകൂടി രൂപപ്പെട്ടു വരുന്നുണ്ട്. ഇപ്പോൾ കാസ്റ്റിക് സോഡ പ്ലാന്റ്, കാസ്റ്റിക് കോൺസെൻട്രേഷൻ യൂണിറ്റ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് യൂണിറ്റ് എന്നിവ കമ്പനി പ്രവർത്തനം തുടങ്ങിയത് കമ്പനിക്ക് കൂടുതൽ മെച്ചമുണ്ടാക്കാൻ സാധിച്ചു. 23 വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രത്യേകത ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, 23 വർഷങ്ങൾക്ക് ശേഷം ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് അവരുടെ ചരിത്ര ലാഭത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഉത്പാദനമുണ്ടാക്കി ലാഭം കൈവരിച്ചതിൻ്റെ ഭാഗമായിട്ട് 85 ലക്ഷം രൂപ അവർ ലാഭവിഹിതമായിട്ട് ഗവൺമെന്റിന് കൈമാറി. അത്രയും മെച്ചപ്പെട്ട നിലയിലേക്ക് ഈ വ്യവസായം വന്നിട്ടുണ്ട്. അതിലൊരു കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, സ്വന്തം ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ വികസന പദ്ധതികൾ നടപ്പാക്കുന്നത്. അതോടൊപ്പം ലാഭവിഹിതവും ശേഷിയും കൊടുക്കാൻ കമ്പനി കരുത്ത് നേടി. അതുകൊണ്ട് മെച്ചപ്പെട്ടൊരു ഉത്പാദന മേഖല രൂപീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഇവിടെ വിറ്റുവരവ് ഏതാണ്ട് ഈ വർഷം കൂടി 250 കോടിയോളം എത്തുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. 2016 മുതൽ 2020 വരെ കമ്പനിയുടെ വിറ്റുവരവ് 922 കോടി രൂപയാണ്. ഇപ്പം നമ്മുടെ കോവിഡിൻ്റെ കാലം, അന്താരാഷ്ട്ര മാർക്കറ്റൊക്കെ കുറഞ്ഞു, ട്രാൻസ്പോർട്ടിങ് കുറഞ്ഞു. വലിയ പ്രയാസങ്ങൾ നേരിടുന്നത് വ്യവസായ രംഗം തന്നെയാണ്. അസംസ്കൃത വസ്തുക്കൾ ഇറക്കുമതി, കയറ്റുമതി, ട്രാൻസ്പോർട്ട്, ഇതിലൊക്കെ വലിയ പ്രശ്നം നേരിടുന്നുണ്ട്. എന്നിട്ട് പോലും ഈ കാലഘട്ടത്തിൽ 922 കോടി രൂപ വിറ്റുവരവുണ്ടായി എന്നുള്ളത് പ്രത്യേകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ്. ഇതിൻ്റെ ഫലമായിട്ട് ഗവൺമെന്റിന് ഏതാണ്ട് 154 കോടി രൂപ ഈ ഗവൺമെന്റിന് തന്നെ നികുതി ഇനത്തിലും ഈ സ്ഥാപനം അടച്ചിട്ടുണ്ട്. അപ്പൊ ഗവൺമെന്റിന്റെ നികുതി ഇനത്തിലും ലാഭവിഹിതത്തിലും ഒക്കെ വളരെ നല്ല നിലയിൽ തന്നെ പൊതുസേവനം നടത്തുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. 90-ലധികം പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞത് ഇവിടുത്തെ ഒരു പ്രത്യേക നേട്ടമാണ്. ഓപ്പൺ ആക്സസിൽ നിന്ന് നമുക്ക് വൈദ്യുതി ലഭിക്കാൻ അതിനുള്ള നടപടി സ്വീകരിച്ചു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പുതിയ പ്രൊജക്ടുകളും ആരംഭിക്കാൻ അനുമതി നൽകിയിട്ടുള്ളത്. ഇത് DCCയുടെ വളർച്ചയുടെ ഒരു പുതിയ നാഴികക്കല്ല് തന്നെയാണ്. മറ്റൊരു കാര്യം ഇവരിൽ എപ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളത്, മാലിന്യ വിമുക്തമായ നാട്, ഫാക്ടറി, പ്രകൃതി സൗഹൃദം, ഊർജ സംരക്ഷണം എന്നീ കാര്യങ്ങളിൽ ഊന്നൽ നൽകിയിട്ടുള്ള വികസനമാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. ജനോപകാരപ്രദമായ, ജനക്ഷേമകരമായ, ആരോഗ്യകരമായ ഹരിതനയങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടുള്ള നടപടികളാണ് DCCയുടെ പ്രവർത്തനം. ഇതിലെല്ലാം അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ഈ പരിപാടി തന്നെ ഇവിടെ സംഘടിപ്പിച്ചത് വളരെ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി തന്നെയാണ്. കോവിഡിൻ്റെ കാലം, COVID-19, അതിൻ്റെ കൊറോണ വൈറസ് വ്യാപനം കൂടുകയാണ്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ അകലം പാലിക്കണം, മാസ്ക് ധരിക്കണം, എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടിയിട്ടാണ് ഇവിടെ സംഘടിപ്പിച്ചത്. ഇത് തന്നെ ഒരു ജാഗ്രതയുടെ കൂടി ഭാഗമാണ്. എല്ലാ കാര്യങ്ങളിലും ഇത്തരമൊരു ജാഗ്രത, അത് ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ MD ഈ കാര്യങ്ങളിലെല്ലാം അദ്ദേഹം അതീവ തൽപരനായി കാര്യങ്ങൾ ദീർഘവീക്ഷണത്തോടുകൂടി നോക്കി കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വളർച്ചയിൽ അദ്ദേഹം പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നുണ്ട് എന്ന് കൂടി കാണിക്കാനാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഏതാണ്ട് 5100 മരങ്ങൾ നട്ടുവളർത്തിയ പ്രവർത്തനം ശ്ലാഘനീയമാണ്. മറ്റ് സ്ഥാപനങ്ങൾക്ക് കൂടി ഇത് ഒരു പ്രചോദനമാകുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഇവിടുത്തെ 2 പ്ലാന്റുകളും തികച്ചും പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ളതാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉത്പാദിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഉയർന്ന അളവിൽ നീരാവിയും ഇവിടെ പ്രൊഡക്ഷനിലുണ്ട്. ഈ പ്ലാന്റ് 48% വീര്യമുള്ള കാസ്റ്റിക് സോഡ പ്ലാന്റാണ് ആയിട്ടാണ് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്റ്റീം കോ ജനറേറ്റിംഗ് സൗകര്യമുള്ള രാജ്യത്തെ ആദ്യത്തെ പ്ലാന്റാണ് ഇത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഈ നീരാവിക്ക് വേണ്ടി ഫർണസ് ഓയിലിൻ്റെ ഉപയോഗം കൂടുതൽ ഉപയോഗിക്കുന്നത് കുറക്കുന്നതിന് വേണ്ടി കൂടി ഇപ്പോഴത്തെ സംവിധാനം വഴി സാധിക്കും. അതുകൊണ്ട് ഏതാണ്ട് 2.5 കിലോയെങ്കിലും ഫർണസ് ഓയിൽ ഇത്തരത്തിൽ മിച്ചപിടിക്കാൻ കഴിയും. അങ്ങനെ വന്നാൽ ഏതാണ്ട് 60 ടൺ ഹൈഡ്രോക്ലോറിക് ആസിഡിനോടൊപ്പം 33 ടൺ നീരാവിയും ദിവസേന
ഉൽപ്പാദിപ്പിക്കാനാകും. അതുകൊണ്ട് ഏതാണ്ട് വർഷം 2 കോടി രൂപയുടെ ലാഭം, അതായത് ഈ പുതിയ പ്ലാന്റ് അതിൻ്റെ ഫലമായിട്ടുള്ള ആധുനിക സജ്ജീകരണം ഒരുക്കുന്നതിൽ ഈ ഇനത്തിൽ മാത്രം 2 കോടിയോളം രൂപ നമുക്ക് ഈ ഫർണസ് ഓയിൽ മിച്ചത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. 48% വീര്യമുള്ള കോസ്റ്റിക് സോഡയ്ക്ക് ഇന്ന് വിപണിയിൽ പൊതുവെ മൂല്യമുണ്ട്. പക്ഷേ വിപണി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ വിപണിയെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ പ്രോഫിറ്റ്. അത് യൂണിയൻ നേതാക്കന്മാരെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ അവർ തന്നെ ചിലപ്പോൾ ഇത് പറയാറുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൂടി മനസ്സിൽ അറിഞ്ഞുകൊണ്ടാണ് 100 ടൺ ശേഷിയുള്ള കോൺസെൻട്രേഷൻ പ്ലാന്റ് ഇവിടെ രൂപകൽപ്പന നൽകി തയ്യാറാക്കിയിട്ടുള്ളത്. നിലവിൽ 32% വീര്യമുള്ള കോസ്റ്റിക് സോഡയാണ് ഇവിടെ ഉത്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ 32% വീര്യമുള്ള കോസ്റ്റിക് സോഡ ഉത്പാദിപ്പിക്കുന്നതിനുള്ള മറ്റൊരു ഗുണവശം വിദേശ രാജ്യങ്ങളിലേക്ക് ഡിമാൻഡുള്ളൊരു പ്രോഡക്റ്റാണ്. അതുകൊണ്ട് കയറ്റുമതിക്ക് സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ നമ്മുടെ ഈ പുതിയ പ്ലാന്റ് കൂടുതൽ എക്സ്പോർട്ടിംഗ് സാധ്യതയുണ്ടാകും. നമുക്ക് അതിന് കഴിയും. തീർച്ചയായും ഇന്നത്തെ കാലഘട്ടം അനുകൂലമല്ലെങ്കിൽ പോലും സാഹചര്യം ഉണ്ടാകും. അതിനു വേണ്ടിയാണ് നമ്മളെല്ലാം ചിന്തിച്ച് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് വിദേശങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തുകൊണ്ട് കൂടി നമ്മുടെ പ്രോഫിറ്റ് വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിക്കും. ഈ കോസ്റ്റിക് സോഡ ഉത്പാദനം 280 ടണ്ണിലേക്ക് ഉയർത്തുകയാണ്. അതായത് 75 ടണ്ണിൻ്റെ ഇംപ്രൂവ്മെന്റ് ടാർഗറ്റ് വർദ്ധിക്കുകയാണ്. അതിനുള്ള അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നുണ്ട്. ഇത്തരം ഈ പ്ലാന്റും ഇതിൻ്റെ പ്രവർത്തനങ്ങളുമെല്ലാം മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് മികച്ച, ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ, മികച്ച മാനേജ്മെന്റും തൊഴിലാളികളുടെ ആത്മാർത്ഥതയുമാണ്. ഇതിന് നിങ്ങൾ ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഐക്യവും ഈ സ്ഥാപനത്തോടുള്ള നിങ്ങളുടെ പ്രതിബദ്ധതയും അതുവഴി നാടുണ്ടാകുന്ന നേട്ടങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണ്. ഈ സന്ദേശം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കൂടി മാതൃകയായി ഉയർന്നു വരാൻ DCCയുടെ ഈ പ്രവർത്തനങ്ങൾ ഫലപ്രദമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇന്നത്തെ ഈ ദിനമറിയാൻ നിങ്ങൾക്ക് 73ാമത് മഹാത്മജിയുടെ രക്തസാക്ഷിത്വ ദിനമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവിതം അർപ്പിച്ച ഒരു മഹാമനുഷ്യൻ, ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ജീവിതം പിടിയുണ്ടുകൊണ്ട് തകർത്തു. ആ മഹാനായ രക്തസാക്ഷി ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ അഭിമാനത്തോടുകൂടി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് DCCയിലെ പുതിയ പ്ലാന്റുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും, എഞ്ചിനീയർമാർ, അതിൻ്റെ ടെക്നീഷ്യൻസ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ മേഖലയിൽ പണിയെടുത്തവർ, അതിന് നേതൃത്വം കൊടുത്തവർ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ ഉദ്ഘാടന ദിവസം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഡയറക്ടർ ശ്രീ K. ഹരികുമാർ അവരെ ക്ഷണിക്കുന്നു. വെൽക്കം സർ. താങ്ക് യു വെരി മച്ച്. അടുത്തതായി മുഖ്യ പ്രഭാഷണമാണ്. അതിനായി ചെയർമാൻ TCC ലിമിറ്റഡ്, പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ശ്രീ മുഹമ്മദ് ഹനീഷ് IAS അവരെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന്റെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ EP ജയരാജൻ, ജോൺ ഫെർണാണ്ടസ് MLA, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിൻസിപ്പൽ ചെയർമാൻ, യൂണിയൻ നേതാക്കളെ, മാനേജിംഗ് ഡയറക്ടർ, സദസ്യരെ, കേരളത്തിലെ രാസവ്യവസായ സ്ഥാപനങ്ങളുടെ മാതൃസ്ഥാനത്താണ് ഉദ്യോഗങ്ങളുടെ സ്ഥിതി ചെയ്യുന്ന ട്രാവൽ കോർപ്പറേഷൻ കെമിക്കൽസ് നിലനിർത്തുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളായ പ്ലാസ്റ്റിക് സോഡയും ക്ലോറിനും ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കാത്ത ഒരു രാസ വ്യവസായവും കേരളത്തെ സംബന്ധിച്ച് ഇല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് രാസ വ്യവസായങ്ങളെ ആകർഷിക്കുവാൻ TCC കാരണമായി തീർന്നിട്ടുണ്ട്. TCCയുടെ സമഗ്രമായ വളർച്ചയും ഒരുപാട് പടവുകൾ കടന്നാണ് ഈ നിലയിൽ എത്തിയിട്ടുള്ളത്. നമ്മുടെ പ്രധാനമായിട്ടുള്ള 3 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. കോസ്റ്റിക് സോഡ ഉത്പാദനം ഘട്ടം ഘട്ടമായി 250 ടണ്ണായി വർദ്ധിപ്പിക്കുക, പ്രതിദിനം 100
ശേഷിയുള്ള കോസ്റ്റിക് സോഡ കോൺസെൻട്രേഷൻ പ്ലാന്റും പിന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ സിന്തസിസ് പ്ലാന്റും നടത്തുക എന്നതാണ്. അതിൽ 100 ടൺ ശേഷിയുള്ള കോസ്റ്റിക് കോൺസെൻട്രേഷൻ പ്ലാന്റിൽ ഇപ്പോൾ വാസ്തവത്തിൽ 32% വീര്യമുള്ളത് 45% കോസ്റ്റിക് സോഡ കോൺസെൻട്രേഷൻ മാറ്റുക. അതിനുവേണ്ടിയാണ് 100 ടൺ കോൺസെൻട്രേഷൻ പ്ലാൻ ഉള്ളത്. ഇത് വാസ്തവത്തിൽ 10 കോടി രൂപ ചെലവിലാണ് നിർമ്മിച്ചത്. കോസ്റ്റ് ഓവർ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല എന്നത് ഏറെ സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. ഇതോടൊപ്പം തന്നെ 50 ടൺ പ്രതിദിന ശേഷിയുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്ലാന്റാണ്. കോസ്റ്റിക് സോഡ ഉത്പാദിപ്പിക്കുമ്പോൾ അത് നിന്നുണ്ടാകുന്ന ഹൈഡ്രജൻ ക്ലോറിൻ ഉപയോഗിച്ചുകൊണ്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് നിർമ്മിക്കാൻ 50 ടൺ പ്രതിദിന ശേഷിയുള്ള പ്ലാന്റ് നിർമ്മിക്കുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്തത്. അതും 10 കോടി രൂപ ചെലവിലാണ് നിർമ്മിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഉയർന്ന മട്ടത്തിൽ നീരാവി ഉത്പാദിപ്പിക്കാൻ സാധിക്കും. ആ സ്റ്റീം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വന്നാൽ തീർച്ചയായിട്ടും ഫർണസ് ഓയിലിന്റെ ലാഭം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇപ്രകാരം നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രോക്ലോറിക് ആസിഡ് സിന്തസിസ് പ്ലാന്റാണ് TCC ഇന്ന് കമ്മീഷൻ ചെയ്യുന്നത് എന്ന് സന്തോഷകരമായി അറിയിച്ചു. കഴിഞ്ഞ 4-5 വർഷക്കാലം കൊണ്ട് 100 കോടി രൂപയുടെ മൊത്തം നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ ഈ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിവിഡൻഡ് കൊടുക്കുവാനും സാധാരണ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രയാസം ഒഴിവാക്കിയെടുത്തുകൊണ്ട് ഡിവിഡൻഡ് കൊടുക്കുവാനും സാധിച്ചു. സാമൂഹ്യമായിട്ടുള്ള പ്രതിബദ്ധത നിർവഹിക്കുവാൻ വേണ്ടി TCC ഓക്കിയ ഫണ്ടും അതുപോലെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്കും എല്ലാം ഗണ്യമായുള്ള സംഭാവന ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സോഡിയം പെർക്ലോറേറ്റ് നമ്മുടെ വെള്ളപ്പൊക്കത്തിന്റെ കാലത്ത് ഏതോ മുനിസിപ്പാലിറ്റിക്ക് നൽകുകയും കൂടാതെ കോവിഡ് പാൻഡമിക്കുള്ള സമയത്തും എല്ലാം നൽകിയിട്ടുണ്ട്. ധാരാളം അവാർഡുകൾ നമ്മുടെ സ്ഥാപനം നേടിയിട്ടുണ്ട്. എനർജി കൺസർവേഷനും അതുപോലെ കേരള പ്രൊഡക്ടിവിറ്റി കൗൺസിലിന്റെയും എല്ലാം അവാർഡുകൾ നേടിയിട്ടുണ്ട്. അപ്രകാരം പൊതുവെ മറ്റുള്ള നിരവധിയായിട്ടുള്ള വ്യവസായ സ്ഥാപനങ്ങൾക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാതൃകയായിട്ട് ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ഉയർന്നു വന്നു എന്നത് സന്തോഷത്തോടെ സ്മരിക്കുന്നു. ഈ കാര്യങ്ങളിലെല്ലാം ഏറെ ശ്രദ്ധയോടുകൂടി വേണ്ട തീരുമാനങ്ങൾ എടുക്കുവാൻ അപ്പോൾ തന്നെ ശക്തമായിട്ടുള്ള നേതൃത്വം നൽകിയിട്ടുള്ള ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി EP ജയരാജൻ അവர்களാണ്. ഇവിടെ ഇനിയും ജീവനക്കാരെ സംബന്ധിച്ച് നമുക്ക് ലോങ് ടേം എഗ്രിമെന്റിന്റെ കാര്യമായി സന്തോഷത്തോടെ പറയട്ടെ. കഴിഞ്ഞ ദിവസം ഓഫീസർമാർക്കുള്ള ശമ്പള പരിഷ്കാരം അതിൻ്റെയും ഉത്തരവ് നൽകിയിട്ടുണ്ട്. കാലാകാലമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ നിറവേറ്റുവാൻ കഴിയുന്നത്ര സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക അവസ്ഥയും വ്യവസായങ്ങളുടെ പൊതുവായിട്ടുള്ള മാത്സര്യജനകമായ ഒരവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റ് മാർജിൻ കൊടുക്കുന്ന അവസ്ഥയും എല്ലാം ഉണ്ട്. എങ്കിൽ പോലും നമ്മുടെ ജീവനക്കാരുടെ ന്യായമായിട്ട് കാലാകാലങ്ങളായിട്ടുള്ള ചില ആവശ്യങ്ങൾ തീർച്ചയായിട്ടും അത് സംബന്ധമായിട്ട് നമുക്ക് ഒരു സന്തോഷകരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു. അത് സംബന്ധമായിട്ട് കേരള സർക്കാരിന്റെ തീർച്ചയായിട്ടും സജീവ പരിഗണനയിലുള്ളതും സംസ്ഥാന സർക്കാരിന്റെ സൃഷ്ടിപരമായിട്ടുള്ള സമീപനം ഈ കാര്യത്തിൽ ഉണ്ടാകും എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വാർത്ത ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിനുള്ള സമയമാണ്. ആദ്യമായി ആശംസകൾ അറിയിക്കുന്നതിനായി ഏറ്റവും സന്തോഷത്തോടെ ക്ഷണിക്കുന്നു ശ്രീ ജോൺ ഫെർണാണ്ടസ്. കേരളത്തിന്റെ വ്യവസായ മന്ത്രി EP വേദിയിൽ സദസ്സുകൾ അറിയുന്നതാണ്. ഒന്ന്, നമ്മുടെ രാജ്യത്താകെ പൊതുമേഖലാ വ്യവസായങ്ങൾ സ്വകാര്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ പൊതുമേഖലകളെ സംരക്ഷിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന നയം കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഈ TCC പോലും നഷ്ടത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടന്ന ഘട്ടത്തിലാണ് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നതും ബഹുമാനപ്പെട്ട മന്ത്രി ചുമതലയായി വരുന്നതും. TCC പോലെ മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുക മാത്രമല്ല, TCC പോലെ വ്യവസായത്തെ ശക്തിപ്പെടുത്തുന്ന ഭാഗമായി ഇതിന്റെ ലാഭവിഹിതം ഉപയോഗിച്ചുകൊണ്ട് പുതിയ പ്ലാന്റുകൾ സ്ഥാപിക്കുക മാത്രമല്ല, ബഡ്ജറ്റിൽ തന്നെ ഈ പൊതുമേഖലാ വ്യവസായത്തിന് സഹായകരമായ പണം അനുവദിക്കുകയും ചെയ്തുകൊണ്ട് പൊതുമേഖലാ സംരംഭങ്ങളോടുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത ആ നിലക്ക് തെളിയിച്ചു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ഈ 2 പ്ലാന്റുകൾ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മന്ത്രിയോടുള്ള എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. 2, ദീർഘകാല കരാർ തൊഴിലാളികളുടെയും മാനേജ്മെന്റ് സ്റ്റാഫിന്റെയും ഓഫീസേഴ്സിന്റെയും ദീർഘകാല കരാർ. ആ കരാറ് ഏറ്റവും മികച്ച, പക്ഷെ TCCയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ദീർഘകാല കരാറ്. ആ കരാറ് മന്ത്രി
മന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് അംഗീകരിച്ച് ഒപ്പുവെച്ചത്. മാനേജ്മെന്റും വ്യവസായ വകുപ്പും ബഹുമാനപ്പെട്ട മന്ത്രിയും അക്കാര്യത്തിൽ കാണിച്ച എല്ലാവിധത്തിലുമുള്ള സഹായങ്ങൾക്ക് ഈ അവസരത്തിൽ തൊഴിലാളികളുടെയും ഓഫീസേഴ്സിന്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ചെയർമാൻ വ്യവസായ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അവസാനം പറഞ്ഞ കാര്യം അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. എങ്കിലും ഈ പ്ലാന്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ വ്യവസായ വകുപ്പിന്റെ സന്തോഷം പങ്കുവെക്കുക മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾക്ക് ഏതെല്ലാം തരത്തിൽ മെച്ചപ്പെട്ട എന്തെങ്കിലും തരാൻ കഴിയുമോ എന്നുള്ള ആലോചന വ്യവസായ വകുപ്പ് മന്ത്രിയും ചെയർമാനും തമ്മിൽ നടത്തിയിട്ടുണ്ട്. ആ കാര്യത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി എടുത്ത നിലപാടിന്റെ പേരിൽ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധത്തിലുള്ള അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എന്റെ വാക്ക് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു ശ്രീ AD സുജിൽ അവർ, ചെയർമാൻ ഏലൂർ മുനിസിപ്പാലിറ്റി. പ്രിയപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി സർ EP ജയരാജൻ സർ, വേദിയിലും സദസ്സുമുള്ള വിശിഷ്ട വ്യക്തികളെ, ഏലൂർ നഗരസഭയെ സംബന്ധിച്ചോളം ഏറ്റവും അഭിമാനകരമായ നിമിഷമാണിത്. PCCയുടെ ഈ വളർച്ച സ്വാഭാവികമായും ഏലൂർ നഗരസഭയ്ക്ക് ഒരു അഭിമാന മുഹൂർത്തമാണ്. നിശ്ചയമായും ഇനിയും ഉന്നതിയിലേക്ക് ഏലൂരിൻ്റെ വ്യവസായ ഭൂപടത്തിനകത്ത് വലിയ സംരംഭങ്ങൾ PCCയുടെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ എന്നും അതോടൊപ്പം തന്നെ ഏലൂർ നഗരസഭയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി ഏതാണ്ട് 1200 കോടി രൂപയുടെ ഒരു പുതിയ പദ്ധതി ഏലൂരിലേക്ക് വരികയാണ്. എറണാകുളത്തിന് തന്നെ ഒരു സ്മാർട്ട് വ്യവസായ സിറ്റി തന്നെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് ഭൂമിയെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലാണ് ഏലൂരിൻ്റെ ഏതാണ്ട് 40 തൊട്ട് 50% ഭൂമി ഇരിക്കുന്നത്. അതുകൊണ്ട് ആ ഭൂമി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ കൂടുതൽ വ്യവസായങ്ങൾ വരട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് TCC വളർച്ചയിൽപാട് പാതയിൽ നിന്ന് വളരെ ഉയരങ്ങളിൽ എത്തിച്ചേരട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വന്ദേ മാതരം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ആശംസകൾക്കുള്ള സമയം കഴിഞ്ഞു. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇന്നത്തെ ഈ ഒരു ദിവസം ഇത്രയും മഹനീയമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദി അറിയിക്കുന്നതിനായി ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു TCC ലിമിറ്റഡിന്റെ ജനറൽ മാനേജർ ടെക്നിക്കൽ ശ്രീ അബ്ദുൽ നാസർ PM അവരുടെ. വെൽക്കം സർ. ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ശ്രീ IB MP, പ്ലാന്റുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ EP ജയരാജൻ സർ, ആശംസകൾ നേർന്ന ശ്രീ ജോൺ ഫെർണാണ്ടസ് MLA, ശ്രീ ഡിക്സൺ, ശ്രീ കൃഷ്ണപ്രസാദ്, നേതാക്കളെ, വിശിഷ്ടാതികളെ, സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുവാൻ സന്മനസ് കാണിച്ച ശ്രീ IB MPക്ക് TCCയുടെ നന്ദി അറിയിക്കുന്നു. അദ്ദേഹം നമ്മുടെ സ്ഥലം MP എന്ന നിലയിലും ഇവിടുത്തെ തൊഴിലാളി നേതാവ് എന്ന നിലയിലും TCCയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരിച്ചു പോരുന്നു. ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. നമ്മുടെ 2 പ്ലാന്റുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ EP ജയരാജൻ സാർ, TCCയിൽ ഇപ്പോൾ നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും വളരെയധികം പ്രോത്സാഹനമാണ് നൽകുന്നത്. കോവിഡ് പ്രോട്ടോകോൾ മാനിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നതിന് സഹായകരമായ നിലപാടെടുക്കുകയും ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്ത ശ്രീ EP ജയരാജൻ സാറിന് ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ ചടങ്ങിൽ പങ്കെടുത്ത് ആശംസകൾ നേർന്ന ശ്രീ ജോർജ് ഫെർണാണ്ടസ് MLA-ക്ക് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നിർവഹിച്ച വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും TCCയുടെ ചെയർമാനുമായ ശ്രീ മുഹമ്മദ് അനീഷ് IAS ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. കൂടാതെ ആശംസകൾ അർപ്പിച്ച ശ്രീ ഡിക്സൺ, ഏലൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ ശ്രീ AD സുജിൽ,
ചടങ്ങിൽ സ്വാഗത പ്രസംഗം നടത്തിയ ഞങ്ങളുടെ മാർഗദർശിയും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ഹരികുമാർ സാറും നന്ദി അറിയിക്കുന്നു. ഇവിടെ വന്നിട്ടുള്ള കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സായ ശ്രീ ഇ സലീം, എം കെ വാസുദേവൻ, ടി എൻ സുരേഷ്, പ്രശാന്ത് ആർ എന്നിവർക്ക് ഞങ്ങളുടെ PCCയുടെ നന്ദി അറിയിക്കുന്നു. ഇന്ന് ഉദ്ഘാടനം ചെയ്ത SCL സിന്തസിസ് യൂണിറ്റ് സ്ഥാപിച്ചത് SCL ഇന്ത്യ എന്ന കമ്പനിയും അതുപോലെ 100 TPD പോസ്റ്റിക് കോൺസെൻട്രേഷൻ പ്ലാന്റ് സ്ഥാപിച്ചത് JOC ചൈന എന്ന കമ്പനിയുമാണ്. അവരുടെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ എല്ലാ സഹകരണത്തിനും PCCയുടെ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിൽ നിന്നും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നും മറ്റ് വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഉദ്യോഗസ്ഥർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. കൂടാതെ കമ്പനിയുടെ ക്ഷണം സ്വീകരിച്ച് ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന എല്ലാ മാധ്യമപ്രവർത്തകർക്കും ഇവിടെ പങ്കെടുത്ത എല്ലാ തൊഴിലാളി സുഹൃത്തുക്കൾക്കും ഈ ചടങ്ങ് ഇത്രയും ഭംഗിയായി നടത്തുവാൻ സഹകരിച്ച വിവിധ കമ്മിറ്റി അംഗങ്ങൾക്കും ഇവന്റ് മാനേജർക്കും പ്രതിനിധിയായ ശ്രീ സൂര്യയെയും അദ്ദേഹത്തിൻ്റെ തൊഴിലാളികളെയും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ദേശീയ ഗാനത്തിനുള്ള സമയമാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.